ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മെസ്സേജിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ സിമ്പിളായിട്ടൊരു എയർ കൂളറാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഞാനിന്ന് ഉണ്ടാക്കുന്ന വീഡിയോ നിങ്ങൾ ഇതിനു മുന്നേ ഒരുപാട് യൂട്യൂബ് ചാനലിനകത്തും അതുപോലെ തന്നെ ടിക്ടോക്കിനകത്തും ഇതിനു മുന്നേ ഒരുപാട് തവണ കണ്ടിട്ടുണ്ടാവും. ഞാനും ഈ വീഡിയോ ഒരുപാട് മുന്നേ കണ്ടിട്ടുള്ളതാണ്. അപ്പോഴൊക്കെ ഇത് ഉണ്ടാക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിട്ടുണ്ടെങ്കിലും നടന്നിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ ലോക്ക്ഡൗണൊക്കെ ആയിട്ട് വീട്ടിൽ വെറുതെ ചൊറിയും കുത്തിരിപ്പാണ്. ഈ ഒരു സാധനം ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് പ്രത്യേകിച്ച് ₹1 പോലും ചിലവ് വരുന്നില്ല. 2 പ്ലാസ്റ്റിക് ബോട്ടിലും കുറച്ച് ഐസ് ക്യൂബും ഉണ്ടെങ്കിൽ കൊച്ചു കുട്ടികൾക്ക് പോലും വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇത് ഉണ്ടാക്കിയതിന് ശേഷം നമ്മൾ ഇതിൻ്റെ വർക്കിംഗ് കാര്യങ്ങളൊക്കെ കറക്റ്റ് പറഞ്ഞു തരുന്നതാണ്. നല്ല വർക്കിംഗ് ആണോ മോശം വർക്കിംഗ് ആണോ എന്നൊക്കെ ക്ലിയറായി പറഞ്ഞു തരും. അതുകൊണ്ട് വീഡിയോ അവസാനം വരെ കാണുവാൻ വേണ്ടി എല്ലാവരും ശ്രമിക്കുക, മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതിൻ്റെ മേക്കിംഗ് പ്രൊസീജിയറിലേക്ക് പോകാം. ഓക്കെ, ഇതിപ്പോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 1 ലിറ്ററിൻ്റെ പ്ലാസ്റ്റിക് ബോട്ടിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. സൈസ് നമുക്ക് പ്രശ്നമല്ല. 1/2 ലിറ്ററോ അല്ലെങ്കിൽ ഇതിനേക്കാൾ സൈസ് കൂടിയതോ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഇനി ഒരു കത്രികയോ വേറെ എന്തെങ്കിലും ടൂളോ ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ താഴെ ഭാഗം ഒരു 1/4 ഭാഗത്തോളം കട്ട് ചെയ്തെടുക്കണം. ഓക്കെ, ഇതുപോലെയാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഞാനിപ്പോൾ അത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം ആണിയോ അല്ലെങ്കിൽ സോൾഡറിങ് ആണോ ഒക്കെ ചൂടാക്കിയിട്ട് ഇതിൻ്റെ ചുറ്റുപാടും കുറേ കുഞ്ഞു കുഞ്ഞു ഹോളുകൾ ഉണ്ടാക്കി കൊടുക്കണം. ഹോൾ ഇടുമ്പോൾ താഴെ ഭാഗത്തേക്ക് ഒരു ഹോൾ ഉണ്ടാക്കാൻ പാടില്ല. ഇപ്പോൾ ഞാൻ ആ മാർക്കറ്റ് അത്ര വരെ ഹോൾ ഉണ്ടാക്കി എടുക്കുക. ഓക്കെ, ഇപ്പോൾ അതിൻ്റെ ആ പകുതി ഭാഗത്തോളം മുഴുവനായിട്ട് ഞാൻ ഹോൾ ഇട്ടെടുത്തിട്ടുണ്ട്. ആ പകുതിയോളം ഫ്രീ ആയിട്ട് വെച്ചിട്ടാണുള്ളത്. ഓക്കെ, ഇപ്പോൾ ഇത് ചെയ്ത പോലെ തന്നെ വേറൊരു 1 ലിറ്ററിൻ്റെ ബോട്ടിലും ഞാൻ ഇതുപോലെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഫാനിലോട്ട് കണക്ട് ചെയ്ത് കൊടുക്കണം. ഓക്കെ, ഞാനിപ്പോൾ ഒരു സ്റ്റാൻഡ് ഫാനിലോട്ടാണ് ഇത് കണക്ട് ചെയ്യുന്നത്. സ്റ്റാൻഡ് ഫാൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് ടേബിൾ ഫാൻ അങ്ങനത്തെ ഫാനൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. ഇനി ഇതിൻ്റെ ബാക്ക് സൈഡിലോട്ട് 2 കുപ്പിയും കെട്ടി കൊടുക്കാം. സാധാരണ വയറോ അല്ലെങ്കിൽ നൂലോ ഏതെങ്കിലും ഉപയോഗിച്ചിട്ട് കെട്ടി കൊടുത്താൽ മതി. ഓക്കെ, ഇത് കെട്ടി കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ 2 ബോട്ടിലും ഫാനിലോട്ട് കെട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം കുറച്ച് ഐസ് ക്യൂബ് നമുക്ക് ആവശ്യമായിട്ടുണ്ട്. ഈ ഐസ് ക്യൂബ് 2 ബോട്ടിലിനകത്തോട്ടും ഇട്ട് കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ 2 ബോട്ടിലിനകത്ത് ഞാൻ കുറച്ച് ഐസ് ക്യൂബ് ഇട്ടിട്ടുണ്ട്. ആ ഹോളിട്ട് ആ ലെവലിലേക്ക് വരെ നമുക്ക് ഐസ് ക്യൂബ് ഇടാവുന്നതാണ്. ഇനി ഫാനിൻ്റെ സ്വിച്ച് ഓൺ ചെയ്ത് നോക്കാം. ഇതിൻ്റെ ഫ്രണ്ട് ഭാഗമൊക്കെ അഴിച്ചു വെച്ചിട്ടാണുള്ളത്. ഓക്കെ, ഇപ്പോൾ ഫാൻ ഇട്ടു. അത്യാവശ്യം ഒരു ചെറിയ രീതിയിലുള്ള തണുപ്പ് കിട്ടുന്നുണ്ട്. വലിയ തണുപ്പൊന്നും നമുക്ക് ഇതിലൂടെ കിട്ടത്തില്ല. ഒരു ചെറിയൊരു റിലാക്സേഷൻ കിട്ടുന്ന മാത്രമേ ഉള്ളൂ. വലിയ തണുപ്പൊന്നും കിട്ടത്തില്ല. ഇനി ഈ മെത്തേഡ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് വെച്ചാൽ, സാധാരണ രീതിയിൽ ഫാനിൻ്റെ ബാക്ക് സൈഡിലുള്ള എയറിനെ ഈ ലീഫ് ഉപയോഗിച്ചിട്ട് ഫ്രണ്ടിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ ഐസ് ക്യൂബ് ഇട്ടിട്ട് ബോട്ടിലിനകത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടേക്ക് ഒരു തണുത്ത എയർ ഉണ്ടാവും. ആ തണുത്ത എയറിനാണ് ഈ ലീഫ് ഉപയോഗിച്ചിട്ട് ഫ്രണ്ടിലേക്ക് കൊണ്ടുവരുന്നത്. നമുക്കപ്പോൾ ഒരു ചെറിയ തണുപ്പ് അനുഭവപ്പെടുന്നതാണ്. പിന്നെ ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിച്ച് കഴിയുമ്പോൾ അതിനുള്ള ഐസ് ക്യൂബൊക്കെ അലിഞ്ഞിട്ട് വെള്ളമായിട്ട് മാറും. അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ പകുതി മാത്രം ഹോൾട്ട് ഇടുന്നത്. ആ വെള്ളം ഈ അടപ്പ് ഊരിയിട്ട് നമുക്ക് റിമൂവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ എയർ കൂളർ? അടിപൊളിയല്ലേ? നിങ്ങൾക്ക് എല്ലാവർക്കും സിമ്പിളായിട്ട് വളരെ എളുപ്പത്തിൽ തന്നെ വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. പ്രത്യേകിച്ച് ഒരു ചിലവും ഇല്ല. 2 പ്ലാസ്റ്റിക് ബോട്ടിലും കുറച്ച് ഐസ് ക്യൂബും മാത്രമേ ആവശ്യമുള്ളൂ. എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ അത്ര വലിയൊരു റിസൾട്ട് കിട്ടുന്നില്ലെങ്കിലും ചെറിയൊരു തണുപ്പ് നമുക്ക് ഇതിലൂടെ കിട്ടുന്നുണ്ട്. ഈ ചൂട് സമയത്ത് അത് തന്നെ വളരെ ഒരു ആശ്വാസമാണ്. ഫാനൊന്നും ഇട്ടുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല, അത്ര വലിയ തണുപ്പൊന്നും കിട്ടുന്നില്ല. പക്ഷേ ഇത് നിങ്ങൾക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ട്രൈ ചെയ്ത് നോക്കുക എല്ലാവരും. പിന്നെ ഈ ഐസ് ക്യൂബ് അരിഞ്ഞ് തീരുന്ന അത്ര ടൈം മാത്രമേ ഇത് കിട്ടത്തുള്ളൂ. കണ്ടിന്യൂസ് ആയിട്ട് നമുക്കിത് വർക്ക് ചെയ്യിപ്പിക്കാനും പറ്റത്തില്ല. എന്തായാലും എല്ലാവരും ഉണ്ടാക്കി നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടതൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. കാരണം ഇതിനേക്കാൾ വീഡിയോ ക്വാളിറ്റിയിലും സൗണ്ട് ക്വാളിറ്റിയിലും ഈ ഒരു പ്രൊജക്റ്റ് നിങ്ങൾ ഇതിനു മുന്നേ ഒരുപാട് കണ്ടിട്ടുണ്ടാകും. എന്നാലും നമ്മുടെ ഒരു ചെറിയ ചാനലാണല്ലോ, അപ്പോൾ എല്ലാവരും മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ താഴെ പോയി ചുവന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് വെക്കുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരേക്കും ഗുഡ് ബൈ.